നമസ്കാരം, ഞാൻ ദിനേശ് സൗപർണിക. നമ്മൾ ഓണത്തിലേക്കുള്ള പച്ചക്കറികൾ കുറച്ച് നട്ടിട്ടുണ്ട്. വെണ്ട, പയർ, കുറ്റിയമര, വഴുതന, മുളക്, ചീര. ഒരു 10-12 ഗ്രോ ബാഗിലായിട്ട് നട്ടതാണ്. നമ്മളെപ്പോഴും കർഷകരോട് പറയുന്നത് വിളവ് കൂടുതൽ കിട്ടണമെങ്കിൽ അതിനുള്ള മാർഗ്ഗങ്ങൾ ചെയ്യണം. ചില ആളുകൾ കമൻ്റ് ഇടുമ്പോൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ചിലപ്പോൾ പറയും എൻ്റെ ചെടിയിൽ തന്നെ കായുണ്ടായി, എൻ്റെ ചെടിയിൽ തന്നെ പൂവുണ്ടായി. അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. പ്രകൃതി ഒരു ചെടിക്ക് പൂവിടാനുള്ള കാലം, കായുണ്ടാവാനുള്ള കാലമൊക്കെ നിശ്ചയമുണ്ട്. അതെന്തായാലും പൂടും, മണ്ണിലെ വളങ്ങൾ വലിച്ചിട്ട്. പക്ഷെ കൂടുതൽ ഉണ്ടാവണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് പരിചരണം വേണം. അതാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ ഒരു വഴുതന തൈയാണ് കേട്ടോ, ഒരു വഴുതന തൈ. ഈ വഴുതന തൈയിൻ്റെ തൈ നട്ടിട്ട് ഏകദേശം 20 ദിവസം ആയി, 10-20 ദിവസമായി. ഞാൻ പറഞ്ഞു 1 മാസം പ്രായമുള്ള തൈയാണ് നട്ടത്. 1 മാസം പ്രായമുള്ള. അപ്പോൾ സാധാരണ ഒരു വിത്തിട്ട് കഴിഞ്ഞാൽ 40-45 ദിവസം കഴിയുമ്പോഴേക്കും നോക്കാം. അപ്പോൾ വെണ്ടക്കുരുവൊക്കെ നമ്മൾ കുത്തിയിട്ടുണ്ട്. കുരു കുത്തിയിട്ട് തയ്യായി വന്ന് 45 ദിവസം ആകുമ്പോഴേക്കും ചിലപ്പോൾ കഴിയുമ്പോൾ മൊട്ട് വരും, പൂ വരും ഫസ്റ്റത്തെ. അപ്പോൾ നമുക്ക് ആദ്യം വരുന്നതിന് ഒരു പൂവുണ്ട് വന്നിട്ട് ആ ചെടിയുടെ കരുത്ത് പോകും. അപ്പോൾ നമ്മൾ ആദ്യം പ്രൂൺ ചെയ്യുന്നില്ല. വെണ്ടയിൽ നമ്മൾ പ്രൂൺ ചെയ്യുന്നില്ല. 1 മാസമായ തൈ ട്രേന്ന് എടുത്തിട്ട് പറിച്ചു വെക്കുക, അല്ലെങ്കിൽ അതിന് നല്ലോണം വളം കൊടുത്തിട്ട് അതിൻ്റെ വളർച്ച വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. വഴുതനയിൽ ഞാൻ ചെയ്യുന്ന കാര്യം ചെണ്ടുമല്ലിയിൽ ചെയ്യുന്ന പോലെ തന്നെ ഒരു വഴുതന ചെടി ഇട്ടിട്ട് 20 ദിവസത്തിലെ മേലെ വളർച്ച ഉണ്ട് കേട്ടോ. കുഴിച്ചിട്ടിട്ട് 20 ദിവസമായി. ഏകദേശം ഇപ്പോൾ ടോട്ടൽ ഒരു നമസ്കാരം, ഞാൻ ദിനേശ് സൗപർണിക. നമ്മളെ പച്ചക്കറി കൃഷി ചെയ്യുന്ന ആളുകളോട് എപ്പോഴും പറയുന്നതാണ്, നമുക്ക് ഒരു ചെടി കുഴിച്ചിട്ട് തന്നെ കുറച്ച് കായുണ്ടായി പൂവുണ്ടായി എന്ന് പറയുന്നത് ഒക്കെ സ്വാഭാവികമായി സംഭവിക്കുന്നത്. നമുക്ക് വേണ്ടത് കൂടുതൽ വേണം, വിളവ് കൂടുതൽ കിട്ടണം. അതിന് ചെയ്യുന്നത് ഒരു ചെടിക്ക് അത്രയും കൊമ്പുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്, ബ്രാഞ്ചുകൾ ഉണ്ടാക്കുക. അത് നമ്മൾ ചെണ്ടുമല്ലിയിലൊക്കെ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൽ ചെയ്യേണ്ട ഒരു കാര്യം നോക്കുക. ഇപ്പോൾ ഒരു തൈ കുഴിച്ചിട്ടിട്ട് നമ്മളൊരു 15 ദിവസമായ തൈ അല്ലെങ്കിൽ 20 ദിവസമായ തൈ. വഴുതനയ്ക്ക് നമ്മൾ സാധാരണ ചെയ്യുക, തൈ കുഴിച്ചിട്ട് 10 ദിവസം കൊണ്ട് തല മുറിക്കും. അതായത് 1 മാസം 20-25 ദിവസം പ്രായമുള്ള ഒരു വഴുതന തൈയാണ് കുഴിച്ചിട്ടെങ്കിൽ ഒരു 10 ദിവസത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ തല മുറിക്കും. ഇതിപ്പോൾ 20 ദിവസം പ്രായമുള്ള ഒരു തൈയാണ്. ആ തൈ കുഴിച്ചിട്ടിട്ട് 10 ദിവസമായി. ടോട്ടൽ ഏകദേശം 1 മാസത്തെ വളർച്ചയായി ഇപ്പോൾ തൈന്. 1 മാസം. ഇനി ഒരു 15 ദിവസം കഴിയുമ്പോഴേക്കും ഇതിൽ പൂവ് വരും. ഫസ്റ്റത്തെ പൂവ് വന്നിട്ട് അത് കായായി കഴിഞ്ഞാൽ ഈ ചെടിയുമ്പോൾ വെയിറ്റ് താങ്ങാത്തണ്ട് ഒടിയും. അങ്ങനെ ആ ചെടി വളഞ്ഞു നിൽക്കും, വൃത്തിയില്ലാതെയും, കുറച്ച് കായ ഉണ്ടാവും, പിന്നെ നശിച്ചു പോകും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ മുന്നേ പറഞ്ഞ ചെണ്ടുമല്ലിയുടെ കാര്യം പറഞ്ഞ പോലെ 3 തട്ട് ഒരു ചെടിയുടെ ഇലച്ചാർത്തുകളുണ്ട്. അത് 3 തട്ട് നിർത്തിയിട്ട് മുറിച്ച് കളയും തലപ്പ്. അപ്പം ഞാൻ ഇതിലിപ്പോൾ ഇല കൊഴിഞ്ഞു പോയി, ഇലയുടെ ഭാഗമൊക്കെ കൊഴിഞ്ഞു പോയി. ആ ഇല കൊഴിഞ്ഞു പോയ സ്ഥലത്ത് നിന്ന് അടിയിൽ നിന്ന് നിങ്ങൾക്ക് അതിൽ വീഡിയോയിൽ കാണുന്നുണ്ടാവില്ല, ഇവിടെ നിന്ന് പൊടിപ്പ് വരുന്നുണ്ട്. 1, 2, 3 പൊടിപ്പ് വന്നു. ആ 3 പൊടിപ്പ് വന്നത് 3 ഇലഞ്ഞെട്ടി ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. 3 തട്ട് എന്ന് പറയില്ല. ആ 3 തട്ടിൽ നിന്നും ഇല കൊഴിഞ്ഞപ്പോൾ അവിടുന്ന് പൊടിപ്പ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്നത്, ഈ 3 പൊടിപ്പ് എന്ന് പറഞ്ഞത് 3 തട്ടാണ്. ആ 3 തട്ട് കഴിഞ്ഞിട്ട് 4ാമത്തെ തട്ടിൻ്റെ സ്ഥലം വെച്ചിട്ട് മുറിക്കുക. അപ്പം ഞാൻ ചെയ്യുന്നത് ഇപ്പം എന്താ, 4ാമത്തെ തട്ട് അവിടെ നിർത്തുന്നുണ്ട്. അതിന് കാരണം ഒരില അവിടെ നിർത്താൻ വേണ്ടിയിട്ടാണ്, മറ്റൊരു ചെടി മൊത്തം പോവില്ലേ. അപ്പം ഞാൻ ചെയ്യുന്നത് 3 തട്ടുള്ള സ്ഥലം ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തു. ഇതാ 1, 2 ഇപ്പുറത്ത്, ഇവിടെ 1, ഇവിടെ 2, ഇത് 3 തട്ട് കഴിഞ്ഞു. ഈ 4ാമത്തെ തട്ടിൽ ഒരു ഇല നിൽക്കുന്നുണ്ട്. അപ്പം 4ാമത്തെ തട്ട് കഴിഞ്ഞിട്ടുള്ള ഈ സ്ഥലം ഞാൻ മുറിക്കുകയാണ്. ഇതാണ് നമ്മളെ വഴുതന ചെടിയുടെ അവസ്ഥ. അടിയിൽ നിന്ന് 3 പൊടിപ്പ് വരുന്നുണ്ട്. 4ാമത്തെ ഇലഞ്ഞെട്ടി ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ 4ാമത്തെ ഇലഞ്ഞെട്ടി അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു പൊടിപ്പും വരുന്നുണ്ട്. അപ്പം 4 പൊടിപ്പ് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഇത് വേണമെങ്കിൽ ഇങ്ങനെ കുഴിച്ചിട്ടാലും ഇത് വേര് വരാറുണ്ട്, പിടിപ്പിക്കാറുണ്ട്. വേണമെങ്കിൽ ആളുകൾ പരീക്ഷണത്തിന് വേണമെങ്കിൽ ഇത് ചെയ്തോളൂ കേട്ടോ. ഇങ്ങനെയുള്ള ഈ പാർട്ട് ഒന്ന് പിന്നെ ഈ റൂട്ടിംഗ് ഹോർമോൺ ഉണ്ടെങ്കിൽ അതിൽ മുക്കിയിട്ട് ഇങ്ങനെ കുഴിച്ചിട്ടാലും വേര് പിടിച്ച് ചെടി ആവാറുണ്ട്. ചെയ്തിട്ട് പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള ഒരു കാര്യം ചെയ്തു നോക്കുക. അപ്പോൾ ഇങ്ങനെ മുറിച്ചിട്ട് നമുക്കതിൻ്റെ അപ്ഡേറ്റ് ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള അപ്ഡേറ്റ് തരാം. ഇപ്പോൾ മുറിച്ച സമയത്ത് ഒന്നുമില്ല, അപ്പോൾ മഴ ഇല്ലാത്ത സമയമാണ് മുറിച്ചു. ഇനി അപ്പോൾ സാഫ് ഒന്നും തേക്കുന്നില്ല. വേണമെങ്കിൽ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് കവറിൻ്റെ ഒരു പ്ലാസ്റ്റിക് ടാപ്പ് ഇതുമ്പോൾ വെറുതെ ഇങ്ങനെ വെക്കും, വെള്ളം ഇറങ്ങാതിരിക്കാൻ. അത് കഴിഞ്ഞിട്ട് ഇനി ഒരാഴ്ച കഴിഞ്ഞാൽ ഈ 4 പൊടിപ്പ് ഇലഞ്ഞെട്ടികളും ഉണ്ടായിരുന്ന സ്ഥലത്തെ 4 പൊടിപ്പുകളും പൊന്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് മുറിച്ചു, ഇന്നൊരു വളം കൊടുക്കുന്നില്ല. നാളെ ഞാൻ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചതിൻ്റെ വെള്ളം കുറച്ച് കലക്കി വെച്ചിട്ട് അത് ഇതിലേക്ക് ഒഴിക്കും.
പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞാൽ കുറച്ച് മണ്ണിര കമ്പോസ്റ്റ് ചകിരി കമ്പോസ്റ്റോ മണ്ണിര കമ്പോസ്റ്റോ അതിൽ കുറച്ച് ഇട്ട് കൊടുക്കും. ഇതാണ് ഇപ്പോൾ ഇതിൽ ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രൂൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാര്യം, ഈ 4 ഇലഞ്ഞെട്ടികളുടെ സ്ഥലത്തുനിന്ന് 4 ബ്രാഞ്ച് വരും. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ 4 ബ്രാഞ്ച് വന്നാൽ അതുമ്മേ വേഗം പൂ വരാൻ തുടങ്ങും. അപ്പോൾ ഇപ്പോൾ പൂ വരാൻ സമയമുണ്ട്, കാരണം ഈ പൊടിപ്പ് പൊന്തി വന്നിട്ട് വേണം പൂ വരാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ 4 കൊമ്പ് പോരാ, ഒരു 10 കൊമ്പ് വേണമെങ്കിൽ ഈ പൊടിച്ചു വന്ന കൊമ്പുകളില്ലേ, 4 സൈഡിൽ നിന്ന് ഇലഞ്ഞെടുക്കുന്ന പൊടിപ്പ് വരും. ആ പൊടിപ്പ് ഒരു 10 സെന്റിമീറ്റർ ഹൈറ്റ് വരുന്ന സമയത്ത്, ഓരോ തലപ്പ് ഇത് 4 പൊടിപ്പ് വരും, 4 പൊടിപ്പിലും 10 സെന്റിമീറ്റർ പൊടിപ്പ് വരുന്ന സമയത്ത് അതിൻ്റെ തലയൊന്ന് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ എന്താ സംഭവിക്കുക, ഇപ്പം 4 ബ്രാഞ്ച് വന്നു, അതിന് ആ ബ്രാഞ്ചുകൾ അത്യാവശ്യം ഹൈറ്റ് ആയപ്പോൾ അതിൻ്റെ തല കട്ട് ചെയ്തു. അതിൻ്റെ സൈഡിൽ നിന്ന് വീണ്ടും നോഡുകളിൽ നിന്നും പുതിയ പൊടിപ്പ് വരും. അപ്പോൾ നമുക്കൊരു 10 തലപ്പിലേറെ ഇതിൽ കിട്ടും. ആ തലപ്പ് പിന്നെ നിങ്ങൾ നൈട്രജൻ വളങ്ങൾ, കമ്പോസ്റ്റും പിന്നെ മീൻ വളവും പിന്നെ ചകിരി കമ്പോസ്റ്റ്, മണ്ണിര കമ്പോസ്റ്റ്, വേപ്പ് പിണ്ണാക്ക്, പിന്നെന്താ നിങ്ങൾക്ക് കിട്ടാവുന്ന ജൈവവളങ്ങളെല്ലാം അതിൽ കൊടുത്തോളൂ. പിന്നെ ജീവാമൃതം ഉണ്ട്, പഞ്ചഗവ്യം ഉണ്ടെങ്കിൽ സാധനമൊക്കെ കൊടുത്ത് ഇതിനെ കരുത്തുണ്ടാക്കുക. കരുത്താക്കിയിട്ട് ഒരു ലേശായ ഒന്നുകിൽ ചാരം അല്ലെങ്കിൽ പൊട്ടാഷ് കുറഞ്ഞ തോതിൽ കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ എല്ലാ തലയിലും ഒരേപോലെ. അപ്പോഴേക്കും ഇതിൻ്റെ ഈ തണ്ടില്ലേ നല്ല സൈസ് ബലം വെച്ചിട്ടുണ്ടാവും, വണ്ണം വെച്ചിട്ടുണ്ടാവും. അപ്പോൾ വേണമെങ്കിൽ സപ്പോർട്ട് കെട്ടി കൊടുക്കുക. ഇത്രയും ചെയ്താൽ ഒരു ചെടിയിൽ നിന്ന് തന്നെ മാക്സിമം കായ കിട്ടും. നിങ്ങളൊന്ന് ചെയ്തു നോക്കുക കേട്ടോ. വളം വീട്ടിലുള്ളത് ഉണ്ടാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഈ ചീമക്കൊന്നയുടെ അഴുകിയ വെള്ളം, ഇല അഴുകിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്തിട്ടും തഴച്ചു വളരാം. ഈ പ്രൂണിങ് ഞാനിതെന്താ വെച്ചാൽ ഞാൻ അടീനിയത്തിന് ചെയ്യുന്നു, അതേപോലെ മല്ലികപ്പൂവിന് ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. മുറിച്ചുടനെ ഒരു കാരണവശാലും രാസവളം സ്പ്രേ ചെയ്യരുത്, മേലെ വന്നാൽ അഴുകിപ്പോവും. രണ്ടാമത്തെ മുറിച്ച ദിവസം തന്നെ രാസവളം ഇവിടെ ഇട്ടു, പെട്ടെന്ന് മഴ പെയ്തു കഴിഞ്ഞാൽ ഒലിച്ചൊരു തണ്ടിലേക്ക് വരും, ചീനി പോവും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ചാൽ നിങ്ങളെ വീട്ടിലും നിങ്ങൾക്ക് ആവശ്യമുള്ള വിഷമില്ലാത്ത പച്ചക്കറികൾ ഉണ്ടാക്കാം. ഇനി ആർക്കെങ്കിലും ഗ്രോ ബാഗിലോ നല്ല HDP പോട്ടിലോ ബ്ലാക്ക് പ്ലാസ്റ്റിക് പോട്ടിലോ നിലത്തോ നല്ല രീതിയിൽ പച്ചക്കറി തോട്ടം തയ്യാറാക്കി തന്നെങ്കിൽ, അതും വേനൽക്കാലം ആകുമ്പോഴേക്കും ഓട്ടോമാറ്റിക് നനയ്ക്കാനുള്ള സംവിധാനം ചെയ്തു തന്നെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്തോളൂ. നമ്മളെല്ലാ സഹായവും ചെയ്തു തരുന്നതാണ് കേട്ടോ. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് തീർച്ചയായും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോട് നമ്മളെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. പിന്നെ കമൻറ്റുകൾ നിങ്ങളതിൽ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക്